അയ്യോ കള്ളൻ 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 എന്റെ വണ്ടി എടുത്തോണ്ട് ഓടുന്നു. എടാ കള്ള വണ്ടി ചാട്ടിയല്ലടാ. അയ്യോ ഓടല്ലേ ഓടല്ലേടേ. എടേ ഓടല്ലേടേ, നിർത്തടേ, പതുക്കെ പോടേ. എടേ ഞാൻ ഓടി എത്തട്ടേ. അയ്യോ ഒന്ന് നിക്കടേ, എന്റെ വണ്ടി. അടിക്കല്ലേ, അടിക്കരുത്. എന്നെ വിട്. രാത്രി വന്ന് വണ്ടി കാക്കു അല്ലയോ? ഈ നാട്ടില് നിനക്ക് എന്റെ വണ്ടിയെ കെട്ടിയുള്ളടേ കാക്ക. നടക്കണേ പോലീസ് സ്റ്റേഷനിലേക്ക്. ഇൻസ്പെക്ടർ ലട്ടു സിംഗിന്റെ പരിധിയിൽ മോഷണമോ? ഈ ലട്ടു സിംഗ് ഉള്ള സ്ഥലത്ത് മോഷണമോ? നിന്റെ തലയ്ക്ക് വെളിവില്ലേ? ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ കള്ളന്മാര് മോഷ്ടിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ആൾക്കാർ പറയും ഇങ്ങനെ മോഷ്ടിക്കാൻ നിക്കല്ലേ, അല്ലെങ്കിൽ ലട്ടു സിംഗ് എത്തുമെന്ന്. സാർ ഞാൻ ഈ കള്ളൻ എന്റെ വണ്ടി കക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാർ. എന്നിട്ട് ഞാൻ ഒച്ച ഉണ്ടാക്കി സാർ. എന്റെ പൊന്ന് സാറേ, ഇവൻ തന്നെയാണ് സാറേ കള്ളന്. എന്നിട്ട് ഇവര് നമ്മുടെ ശിവയാണ് സാറേ പിടിച്ചത് തന്നെ. നിനക്ക് ഇംഗ്ലീഷിൽ മനസ്സിലായില്ലെങ്കിൽ ഞാനിത് മലയാളത്തിൽ പറഞ്ഞു തരാം. നിക്ക് സാറേ, പാന്റ് വീണ്ടും ഊരി. സാറിന്റെ ഈ മഞ്ഞ ഷെഡ് വീണ്ടും ഇങ്ങനെ കാണിക്കല്ലേ. വേഗം ആ പാന്റ് മോളിക്ക് ആക്ക്. അല്ല നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെ വന്നു? എന്റെ സ്വാമി, ഞങ്ങളുടെ 3 പേരുടെ വീട്ടിലും കളവ് നടന്നു. അത് കൊള്ളാലോ. എന്റെ വീട്ടിൽ നിന്ന് എന്റെ കാറ് മോഷണം പോയി. എന്നിട്ട് നിങ്ങൾ മൂവരുടെ വീട്ടിൽ നിന്നും മറ്റേ സാധനങ്ങളും മോഷണം പോയി. എനിക്ക് തോന്നുന്നു നമ്മൾ 4 പേരുടെ പുറകിലും ഏതോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന്. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് മാഷേ, ഇവര് എന്റെ കൂടെ എയർപോർട്ട് സെക്യൂരിറ്റിയില് ജോലി ചെയ്യുന്നുണ്ട് സാർ. ഇവരുടെ കൂടെ റിപ്പോർട്ട് എഴുതിയെടുത്തോളൂ സാർ. എത്ര പോലീസുകാരുണ്ടായിരുന്നു? ബോസ്, ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു കുട്ടിയോ? അതും ചെറിയ കുട്ടിയോ? ആ കുട്ടി എങ്ങനെയാണ് ഷേറിനെ പിടിച്ചത്? നീ നുണ പറയുക. നുണ നുണ. ബോസ്, ഞാൻ പറഞ്ഞത് സത്യം. ഷേറു പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ID കാർഡിന് എന്ത് ചെയ്യും? എനിക്ക് ആ സെക്യൂരിറ്റി ഓഫീസറുടെ ID കാർഡ് വേണം. ഇത് നോക്ക്, എന്റെ കയ്യിൽ 3 കാർഡുകളേ ഉള്ളൂ. 4-മത്തേതും ഉടനെ എനിക്ക് കിട്ടണം. ഈ ഓപ്പറേഷന് 4 പേര് ആവശ്യമുണ്ട്. സാർ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ അവനെ കാണാൻ പോയിരുന്നു. അവൻ എന്നോട് പറഞ്ഞത് അവനെ പിടിച്ച സമയത്ത് ID കാർഡ് അവിടെ ഏതോ കുറ്റിക്കാട്ടിൽ ഇട്ടുന്നാ. ആദ്യം എന്താ പറയാഞ്ഞത്? നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ID കാർഡ് കിട്ടണം. ശിവയാണെങ്കിലേ
എന്നും അപകടം പിടിച്ച ജോലികളെ ചെയ്യുള്ളൂ. നമ്മളെ കൊണ്ടും ചെയ്യിക്കും. താഴെ സൗകര്യമായിട്ട് ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. മോളിൽ എന്തിനാ ഇങ്ങനെ ഒരു സംസാരിക്കാൻ സ്ഥലം ഉണ്ടാക്കിയ? ശിവ ഇന്നലെ രാത്രി കള്ളനെ പിടിച്ചിരിക്കുന്നു. അവന്റെ സൈക്കിളിലെ ക്യാമറ ഉപയോഗിച്ച് ആ കള്ളന്റെ ഫേസ് ഷൂട്ട് ചെയ്തിരിക്കുന്നു. അത് നമുക്കിപ്പോ കാണിക്കാൻ പോകുന്നു. ശിവ കാണിക്കില്ലേ? ഒരു ദിവസം ഞാനേ ഒരു കൊള്ളക്കാരനെ പിടിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? എന്റെ ആദി ഒന്നും മിണ്ടാതിരിക്കെ. ശിവ, നീ അതൊന്ന് കാണിച്ചേ. എന്താ ഇത്ര സെക്യൂരിറ്റി? ഇന്ന് നമ്മുടെ ചീഫ് മിനിസ്റ്റർ എവിടെ പുറത്തു പോവാണത്രേ. അതുകൊണ്ട് ഇത്രയും സെക്യൂരിറ്റി വന്നിട്ടുള്ളത്. അല്ല, ഇത് നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ. ചീഫ് മിനിസ്റ്റർ പോകാൻ പോകുന്ന ഫ്ലൈറ്റ് എന്റെ പപ്പയാണ് ഓടിക്കാൻ പോകുന്നത്. അത് നിനക്കറിയോ? എന്റെ പപ്പ അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫ്ലൈറ്റ് ഓടിക്കാൻ പോവാണ്. എന്റെ അച്ഛനും ചീഫ് മിനിസ്റ്ററിന്റെ കൂടെ പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാ. ഏയ് ശരി, ഓക്കെ, വരൂ. എന്താ സംഭവിച്ചത് ഞാൻ കാണിച്ചു തരാം. അവൻ എന്താ താഴെ ഇട്ടു? അവനകത്തുനിന്ന് എന്താ എടുത്തിരിക്കുന്നു? പക്ഷെ അത് ചെടികളുടെ നടുക്ക് പോയി വീണു. അതെ, എന്തോ കറുത്ത കളറിൽ വീണിട്ടുണ്ട്. പക്ഷെ എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവൻ എന്തിനു കാറിനകത്ത് പോയി അത് എടുക്കണം? എന്തോ പ്രശ്നമുണ്ട്. വരൂ പോയി നോക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് അത് എന്താന്ന് കണ്ടുപിടിച്ചാ പറ്റൂ. ഇവിടെയുണ്ടല്ലോ. അത് കണ്ടോ, കുറച്ച് പിള്ളേര് സൈക്കിളിൽ വരുന്നുണ്ട്. പെട്ടെന്ന് എടുക്കണോ. നിൽക്കൂ, നിൽക്കൂ. ഇത് ID കാർഡ് റിബൺ പോലെ ഉണ്ടല്ലോ. ഇതിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. വരൂ നമുക്ക് അവരെ പുറകെ പോവാം. ആ കുട്ടി വരുന്ന വരവ് കണ്ടില്ലേ? ചിലപ്പോ ഈ കുട്ടിയായിരിക്കും നമ്മുടെ ഷേരുവിനെ പിടിപ്പിച്ചത്. ഇപ്പൊ എന്നെ പിടിക്കാൻ വരികയായിരിക്കും. വേഗം ഓടിക്കും വണ്ടി, വേഗം ഓടിക്കണേ. താനല്ലോടോ വണ്ടി ഓടിക്കുന്നേ, ഞാനല്ലല്ലോ. ഓ, ഞാനതൊക്കെ മറന്നു. എന്തൊക്കെ അബദ്ധമാണ് എനിക്ക് പറ്റണേ. ഇനി ഇവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. കുട്ടി, മര്യാദക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്. ഞാൻ മഹാ അലമ്പനാണ്, അറിയോ നിനക്ക്? നിങ്ങൾ ആ ചെടിയുടെ അകത്തുനിന്ന് എന്തെടുത്തോ അത് മര്യാദക്ക് എന്താന്ന് എനിക്ക് കാണിച്ചു തരൂ. അപ്പൊ ഞാൻ പൊക്കോളാം. ശരി, ഒറ്റക്കോടാണ് നീ പിടിപ്പിച്ചത്. ഞങ്ങളിവിടെ 4 പേരുണ്ട്. ഞങ്ങളൊക്കെ ഭയങ്കര അപകടകാരികളാണ്. നീ എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല. ക്ഷമിക്കണം സാറേ, തെറ്റ് പറ്റിപ്പോയി. ഇതായത് പിടിച്ചോ. ഇത് മിസ്റ്റർ സ്വാമിയുടെ എയർപോർട്ട് ID കാർഡ് ആണല്ലോ. നിങ്ങൾ എന്തിനാ ഇത് വെച്ചിരിക്കുന്നത്? വേഗം വണ്ടി കയറാം.